ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ കിച്ചണിലോട്ട് വന്നു. നമുക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഇന്ന് ഇവിടെ അമ്മ ഇല്ല, അമ്മയാണെങ്കിൽ അമ്പലത്തിലോട്ട് പോയി. അപ്പം എനിക്ക് അങ്ങനെ അധികം വലിയ പണിയൊന്നുമില്ല. അതുകൊണ്ട് നമുക്കിന്ന് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ മറ്റേതുണ്ടല്ലോ, കോവയ്ക്ക മെഴുക്കുവരട്ടി, അത് വെക്കാനുണ്ട് നമുക്ക്. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് ഫോൺ ഇവിടുന്ന് സെറ്റ് ചെയ്യുവാണേ. അത് കിട്ടിയില്ല, അങ്ങനെ കോവയ്ക്ക വാങ്ങിച്ചുകൊണ്ട് വന്ന് കോവയ്ക്കൊക്കെ മെഴുക്കുവരട്ടി വെക്കണം. അരിഞ്ഞ് കുഞ്ഞാ മെഴുക്കുവരട്ടി വെക്കണം. പിന്നെ ചോറ് ഇന്നലത്തെ ഇരിപ്പുണ്ട്, മീൻകറി ഇന്നലത്തെ ഇരിപ്പുണ്ട്. അതൊന്നും വെക്കണ്ടെന്ന് അമ്മ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇന്ന് കോവയ്ക്ക മാത്രമേ നമുക്ക് എനിക്ക് വെക്കാൻ ഉള്ള ജോലിയുള്ളൂ. പിന്നെ കുറച്ച് തുണി നനച്ചിടാനുണ്ട്. അത് ഞാൻ മറ്റേ സോപ്പ് പൊടിയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ അത് കുറച്ച് കഴിഞ്ഞിട്ട് അത് ചെയ്യണം. അപ്പം ഇന്നത്തെ ജോലിയും തിരി. അപ്പം ഞാൻ കരിയട്ടെ, അപ്പം അരിഞ്ഞിട്ട് വേണം. ഓക്കെ, കുറച്ച് എടുത്തോളൂ. കാരണം ഞങ്ങൾ ഞാനും അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ഇത് തന്നെ മതി, വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് ബാക്കി ഞാൻ എടുത്ത് പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലൊക്കെ എടുക്കണം. അപ്പം ഞാൻ നേരെ എടുത്തിട്ട് വരാം. അപ്പം ഞാൻ പാനൊക്കെ വെച്ചു, കടുവൊക്കെ പൊട്ടിച്ചു. നമ്മുടെ മെയിൻ ഐറ്റമായ കോവയ്ക്ക കറുകറ എന്ന് പറയാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്നത്തെ മീൻകറി അതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചു. ഞാൻ ഒരു ജോലി ഇല്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഗൈസ് മീൻ വന്നത്. അപ്പം ഫ്രൈ ചെയ്യാനായിട്ട് 3 മീൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, മത്തിയാണ് ഗൈസ്, മത്തി. അപ്പം നമുക്കിത് നേരെ വെട്ടി ക്ലീനൊക്കെ ചെയ്ത് കുറച്ച് മസാലയൊക്കെ പുരട്ടിയൊക്കെ വെച്ചേക്കെ. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പണി കൂടും. നമ്മൾ ലാസ്റ്റ് ആ ഫൈനൽ പണി എന്തോന്ന് പറയുകയാണെങ്കിൽ ഇനി നമുക്ക് ചമ്മന്തി കൂടെ അരച്ചാൽ മാത്രം മതി. പിന്നെ ചോറ് അമ്മ വന്നിട്ട് മറ്റേ ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ ചോറ് എടുക്കൊണ്ടെന്ന്, അത് അമ്മ വന്നിട്ട് തിളപ്പിച്ച് വയ്ക്കും. അങ്ങനെ വെച്ചാൽ എനിക്കത് പിടിത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. അപ്പം നമ്മൾ കോഴിക്കോട്ട് വെച്ചു. പിന്നെ ഇന്നത്തെ മീൻകറി ഉണ്ടായിരുന്നു, അത് ചൂടാക്കി. പിന്നെ 3 മീനെടുത്ത് ഫ്രൈ ചെയ്ത് പിന്നെ ചമ്മന്തി അരച്ചുമ്പോൾ നമ്മുടെ ഇന്നത്തെ ജോലി ഫിനിഷാകും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുണി കഴുകാനും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞിപ്പോൾ എല്ലായിടത്തും മഴയാണല്ലോ, അപ്പം അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇന്നത്തെ ജോലി തീരും. അപ്പോൾ ഞാൻ ചമ്മന്തി അരയ്ക്കാനൊക്കെ പോവുകയാണ്. അപ്പം അതൊക്കെ അരച്ചിട്ട് കാണാം ഗൈസ്. അപ്പം നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്ക് ചോറ് കഴിച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞ കറികളെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടുക്കളയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പം പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.